ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോ y'all laughed at me. Who's laughing now? Who's laughing now? കൂടുതൽ ഡയലോഗൊന്നും ഞാൻ അടിക്കണില്ല. ഇന്റെ കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു വിശ്വാസമല്ല, അതുകൊണ്ടാ. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഒഡീഷ FC 2 2025 സെക്കൻഡ് മാച്ചിലും പൊരുതി നേടിയ ഒരു വിജയം. മാച്ചിന്റെ 4-ാം മിനിറ്റ് തന്നെ അത്രക്കും പൂർ ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ്ങില് നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്യാണ്. ജെറിയാണ് സ്കോർ ചെയ്തത്. മാച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മേജർ സെറ്റ് ബാക്ക്. മാച്ചിൽ ഒരു മോശം തുടക്കമാണ് എന്നുണ്ടെങ്കിലും അത് നമ്മുടെ പ്ലേയേഴ്സിനെ അങ്ങനെയൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യണവരെ അല്ലെങ്കിൽ മാച്ചിലുടനീളം ഒരു ഇന്റന്റ് നമ്മുടെ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് തന്നെയാണ് 15 കോർണർ, 25 ഷോട്ട്സ്. നമ്മുടെ അറ്റാക്ക് ആക്ച്വലി ഇറ്റ് വാസ് വർക്കിംഗ്. എക്സ്പെഷ്യലി ലൂണ ഡബിൾ ഷിഫ്റ്റ് അല്ല ട്രിപ്പിൾ ഷിഫ്റ്റ് ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ നമ്മുടെ അറ്റാക്ക് ഷുഡ് വർക്ക്. ഓരോ മാച്ച് കഴിയും തോറും നമ്മൾ മുന്നേ കണ്ട ലൂണയെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ മിസ്സിങ് ആ ഒരു ഡയറക്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രം. ഈ ഒരു മാച്ചിൽ തന്നെ നമ്മൾ സ്കോർ ചെയ്ത എല്ലാ ഗോൾസിലാകട്ടെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഓരോ പോസിറ്റീവ് അറ്റാക്കിലും ലൂണയുടെ ഏറ്റവും മിനിമൽ ഇൻവോൾവ്മെന്റ് എങ്കിലും ഉണ്ടാവും. എല്ലാ അറ്റാക്കിലും അത്രക്കും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. മാച്ചിലെ നമ്മുടെ ഫസ്റ്റ് ഗോൾ, അതായത് ഇക്വലൈസിംഗ് ഗോൾ അടിക്കുന്നത് പെപ്രയാണ്. റഷ് ചെയ്ത് വന്ന അമ്രീന്ദറിനെ അവിടെ ഇരുത്തിയിട്ട് ആൾ പോയിട്ട് സ്കോർ ചെയ്ത് വന്നു. കിഡിലൻ ഗോൾ. ബട്ട് ആ ഒരു ഗോളിന്റെ ക്രിയേറ്റർ അപ്പുറത്തുനിന്ന് പാസ് ചെയ്ത കോരു സിംഗ് ആണ്. ലൈക്ക് സീരിയസ്ലി ആ ഒരു ഫസ്റ്റ് ടച്ചിൽ ആള് ജാവുവിനെ അവിടെ നിർത്തി. ജാവു അവിടെ സ്റ്റെക്കായി. ജാവുവിന് ഒരു ടാറ്റ കൊടുത്ത് പിന്നെ വേറൊന്നും ആലോചിക്കാനില്ല, ഒരൊറ്റ പാസ്. ഓടി വരുന്ന പെപ്പറിന്റെ മുന്നിക്ക് 4 ഒഡീഷ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാസ്. ഈ ഒരു സീസണിലെ ആളുടെ 4th അസിസ്റ്റ്. ആ ഒരു പൊസിഷനിൽ നമുക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കളിച്ച ചില പ്ലേയേഴ്സിന് ഇത്രയും കാലത്തിനിടക്ക് 4 അസിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് പ്ലെയറാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ ഗോളിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞ് അടുത്ത മിനിറ്റിൽ തന്നെ പെപ്പർ വീണ്ടും സ്കോർ ചെയ്തു. ബട്ട് ദിസ് ടൈം ഇറ്റ് വാസ് ഓഫ് സൈഡ്. നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചു. കോച്ച് ഒരു ക്രൂഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. 60-ാം മിനിറ്റിലെ ഹീസസ് ഹിമനസ് ഇറങ്ങിയിരുന്നു. 72-ാം മിനിറ്റിൽ ആൾ ഗോൾ അടിച്ചു. അതത്രേ ഉള്ളൂ, കുറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സീസണിലെ ആളുടെ 10th ഗോൾ. JLN 3 പ്ലേയേഴ്സും ഇൻവോൾവ് ചെയ്ത നമ്മുടെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഗോൾ. ലൂണന്റെ ഒരു ക്രോസ് ഫീൽഡ് പാസ്. നോഹ ബോക്സിക്ക് ഹെഡ് ചെയ്ത് കൊടുക്കണു. ഹിമനസ് ഫിനിഷ് ചെയ്യണു. റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇപ്പൊ നമ്മൾ ലീഡിലാണ്. ഒരു പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊരു ട്രാജഡി ആവേണ്ടതായിരുന്നു. 80-ാം മിനിറ്റിലെ ഒഡീഷയുടെ ഈക്വലൈസിംഗ് ഗോൾ. ഡൊറിയൽട്ടൺ നമ്മുടെ സൂപ്പർ ലീഗ് എന്ന് ISL എത്തിയിട്ടുള്ള പ്ലെയർ ആണ്. ആള് സ്കോർ ചെയ്തു. ആൻഡ് സവിർ ഗാമയുടെ ആ ഒരു ഷോട്ട് അത് സച്ചിൻ പിടിക്കണം, അല്ലെങ്കിൽ ബോക്സിന്റെ ഉള്ളിൽ തന്നെ തട്ടിയിടരുത്. അത്രയേ ഉള്ളൂ. ഒരു പ്രൊഫഷണൽ കീപ്പറുടെ ഭാഗത്തുനിന്ന് ഇനിയും കുറെ മിസ്റ്റേക്ക് ഒന്നും സച്ചിന് വരുത്താനുള്ള ചാൻസ് ഇല്ല. അത്രേ ഞാൻ പറയണുള്ളൂ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അതായത് നമ്മൾ കൺസീഡ് ചെയ്ത് 2 ഗോളും നമുക്ക് ഈസി ആയിട്ട് എന്താ പറയാ കൺസീഡ് ചെയ്യാതിരിക്കാമായിരുന്നു. ഒഡീഷ ഇക്വലൈസ് ചെയ്ത് നെക്സ്റ്റ് നമ്മുടെ അറ്റാക്കിൽ തന്നെ അവർക്കൊരു റെഡ് കാർഡ് കിട്ടുകയാണ്. സെക്കൻഡ് യെല്ലോ കിട്ടിയിട്ട് ഡെൽഗാഡോ പുറത്തായി. ആൻഡ് അത് നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. ഓൾറെഡി നമ്മൾ അവരെക്കാൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പ്രഷർ ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ 1 man ഡൗൺ ആണ്. എങ്കിൽ പോലും മാച്ചിലെ വിന്നിംഗ് ഗോൾ അടിക്കാൻ നമ്മൾ കളിയുടെ അവസാന മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. നോയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ആള് കണ്ണും പൂട്ടി ഒരു ഷോട്ട് എടുക്കണു, ഡിഫ്ലക്ട് ചെയ്തിട്ട് പോസ്റ്റ് കയറി. ഗോളായോ ഇല്ലേ അതേ നമ്മൾ നോക്കണുള്ളൂ. നോയുടെ പേരിൽ ഒരു ഗോൾ, നമ്മുടെ 3ാമത്തെ ഗോൾ, മാച്ചിലെ നമ്മുടെ വിന്നിംഗ് ഗോൾ. ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ അവർ ടീം ഈസ് റൈറ്റ് നൗ. ഡീസന്റ് മിഡ്ഫീൽഡ്, ക്രേസി ഗുഡ് അറ്റാക്ക് ആൻഡ് ഷൈറ്റ് ഡിഫൻസ്. ആരും കൊള്ളിച്ച് പറയാൻ നോക്കുന്നല്ല. പോലീസിനെ വിട്ട് ഫാൻസിനെ സൈലൻസ് ചെയ്യാൻ നോക്കുന്ന സമയത്തും രാഹുലിന്റെ കോൺട്രാക്റ്റിൽ KBFCക്കെതിരെ കളിപ്പിക്കരുത് എന്ന് പറയുന്ന ആ ബുദ്ധിയില്ലേ, ആ ഒരു ഡിഫൻസിന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒന്നെടുക്കുക. ഓക്കെ, അങ്ങനെ കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. എന്തായാലും ഇതുപോലത്തെ പോസിറ്റീവ് റിസൾട്ട്സ് 2025 മൊത്തം നമുക്ക് കിട്ടട്ടെ. പ്ലേ ഓഫിന് ഇനിയും ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ പ്ലേ ഓഫിൽ എത്തി കഴിഞ്ഞാൽ മാനേജ്മെന്റ് അത് മുതലാക്കും. അടുത്ത സീസണിൽ വീണ്ടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.